ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ബി ആണ് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് ബിയിൽ വരാം. ഓക്കെ, പാർട്ട് ബി 40 തന്നെ ചോദ്യം വരുന്നുണ്ട്. 40 എന്നോട് പറയുന്നുണ്ട് സ്കോർ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഉണ്ട് ഒരു മാർക്കിന്റെ ആൻസർ. ഇനി 5 ക്വസ്റ്റ്യൻസ് തന്നെ, 19 to 24 ഈച്ച് കാരീസ് 1 സ്കോർ. ഓക്കെ, ഇതില് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറയണേ, ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശ മൂലധനമാണ്. എന്താ ഉടമസ്ഥ, ഞാൻ പറഞ്ഞു അല്ലെ, ആ കമ്പനിയുടെ ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഷെയർ, ഏത് ഷെയർ വാങ്ങിച്ചാലാ ആ ഷെയർ വാങ്ങിച്ചാൽ നമ്മൾ ആ കമ്പനിയുടെ ഉടമസ്ഥരാവും എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, കറക്റ്റ് കടപ്പത്രമാണോ? അല്ല, അത് ഷെയർ അല്ല. പൊതുകട അതുമല്ല. മുൻഗണന ഓഹരികൾ പ്രിഫറൻഷ്യൽ, ഞാൻ പറഞ്ഞു മുൻഗണനയുള്ളതാണ് മുൻഗണന, അതല്ല. പക്ഷെ എന്താ, പിന്നെന്താണ്, ഇക്വിറ്റി ഓഹരികൾ, ഇതാണ് വരാം, ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഇവിടെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ ആൻസർ ഇക്വിറ്റി ഷെയർസ്. ഞാൻ ഈ ആൻസർ ഷീറ്റും ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇക്വിറ്റി ഷെയർസ് ആണ്. അടുത്തത് എന്താ, ഒരു കടപ്പത്ര ഉടമയ്ക്ക് ലഭിക്കുന്നത്, കടപ്പത്രം എന്താ, ഡിബഞ്ചർ പിടിച്ചില്ലേ, ഡിബഞ്ചർ ഉടമയ്ക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും, ലാഭവിഹിതം ആണോ? അല്ല, ലാഭവിഹിതം നമ്മള് ഷെയർ വാങ്ങുമ്പോൾ കിട്ടാം, അപ്പൊ അതല്ല. വാടകയാണോ? അല്ല, വാടക അല്ലല്ലോ ഡിബഞ്ചർ. പിന്നെ ലാഭമാണോ? അല്ല. പിന്നെന്താ, പലിശ, ഇൻട്രസ്റ്റ്. ഓക്കെ, പലിശ കിട്ടാ, കടപ്പത്രം വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ, അവരിൽ നിന്ന് വാങ്ങിച്ചെന്ന കടം തിരിച്ചു കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. അതാണ് 20ാമത്തെ ആൻസർ. ഇനി ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖയിൽ ഹ്രസ്വകാലാവസ്ഥയിൽ, അതായത് കറണ്ട് അസറ്റ്, താഴെ പറയുന്നതിൽ ഏത് ഉൾക്കൊള്ളുന്നു? കറണ്ട് അസറ്റിൽ ഏതാണ് ഉൾക്കൊള്ളുന്നതെന്ന്. ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖയിൽ ബിൽഡിംഗ് ഉണ്ട്, ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ്. കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹ്രസ്വകാല ആസ്തി. അതില് ഉൾക്കൊള്ളുന്നില്ല. സോറി, അത് ശ്രദ്ധിച്ചോട്ടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാവരും തെറ്റിക്കും. നമ്മൾ എല്ലാവരും വിചാരിക്കും ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞ് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, തെറ്റും. ഓക്കെ, ഉൾക്കൊള്ളുന്നില്ലാത്തത് കറണ്ട് അസറ്റിൽ, ഹ്രസ്വകാല ആസ്തികളിലല്ലാത്തത് ഏതായിരിക്കും എന്ന് നോക്കി നോക്കിയേ. ബിൽഡിംഗ്, ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ്, ഇതൊക്കെ എന്താ, ഇതൊക്കെ നമ്മുടെ ഹ്രസ്വകാല ആസ്തികളാ അല്ലെ, കുറച്ച് നാളത്തേക്ക് നിൽക്കുന്നതല്ലേ, ഷോർട്ട് പീരീഡിനല്ലേ. ബിൽഡിംഗ് നോക്കിയേ, ബിൽഡിംഗ് അങ്ങനെയാണോ? ബിൽഡിംഗ് കുറച്ചധിക കാലം നീണ്ടു നിൽക്കും അല്ലെ, അത് ദീർഘകാല ആസ്തിയാണ് അല്ലെ, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. +1 പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ദീർഘകാലാസ്തി, ഏതൊക്കെയാണ് ഹ്രസ്വകാലാസ്തി. പിന്നെ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ബിൽഡിംഗ് ആണ് ആൻസർ, ബിൽഡിംഗ്. ഓക്കെ, അടുത്തത്, സാമ്പത്തിക രേഖയിലെ ഓരോ ഇനവും മൊത്തത്തിന്റെ ശതമാനമായി പ്രസ്താവിക്കുന്ന സാമ്പത്തിക വിശകലന ഉപകരണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ, നമ്മളൊരു കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സന്റേജ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപനത്തിന്റെ ഇത്ര കണക്കുകൾ, ഇത്ര വെച്ചിട്ടാണ് നമ്മുടെ മാറ്റങ്ങൾ വന്നേക്കണേന്ന് കാണുമെന്ന് പറഞ്ഞു. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 4ലാണ് വരുന്നത്, 4ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ ഇത് വരുന്നത്. പാർട്ട് 2ലെ ചാപ്റ്റർ 4ലാണ് വരുന്നത്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. ഇനി പ്രവർത്തന മൂലധനം ഈക്വൽ ടു കറണ്ട് അസറ്റുകൾ, ഇത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, മൈനസ് എന്താണെന്ന്. പ്രവർത്തന മൂലധനം, അതായത് എന്താണ് പ്രവർത്തന മൂലധനം, മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. പ്രവർത്തന മൂലധനം കാണാൻ എങ്ങനെ, കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രവർത്തന മൂലധനം കിട്ടുക, കറണ്ട് ലൈബിലിറ്റി. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് എന്ത്, പ്രവർത്തന മൂലധനം. ഇത് റേഷ്യോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതായത് അനുപാതങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ചാപ്റ്ററിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 5ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, നോക്കാട്ടെ. അനുപാതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് റേഷ്യോസ്. ഓക്കെ, അതാണ് 23ാമത്തെ ആൻസർ. ഇനി 24ാമത്തെ നോക്കിയതേ, റേഷ്യോ ഇവിടെ കാണാം, കറണ്ട് ലൈബിലിറ്റീസ്. ഓക്കെ, ഇനി എന്താ, താഴെ പറയുന്നവയിൽ നിന്നും പണത്തിന്റെ ആഗമന സ്രോതസ് തിരിച്ചറിയുക. ഇത് ചാപ്റ്റർ 6 ആണ് വരുന്നത് തോന്നുന്നു, ലാസ്റ്റ് ചാപ്റ്റർ. ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ഉണ്ട്, ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇതിലെന്താ പറയണേ, ഞാൻ ആ ക്യാഷ് ഫ്ലോസിൽ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ഉണ്ട്, ആഗമനം ഉണ്ട്, അത് ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. എന്റെ മലയാളം പറയാൻ എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഔട്ട്ഫ്ലോ ഉണ്ട്, ഇൻഫ്ലോ ഉണ്ട്. ഓക്കെ, ഈ പറയുന്നതിൽ ആഗമന സ്രോതസ് എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് നോക്കിക്കോട്ടെ കേട്ടോ, മലയാളം എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട്. ഓക്കെ, ഇൻഫ്ലോ, ആഗമനം എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ ഇൻഫ്ലോ ഓഫ് ക്യാഷ്. ഇത് തന്നിരിക്കണേൽ ഏതാണ് ഇൻഫ്ലോ വരുന്നത്? ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ, ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് വരുന്ന പൈസ, ബിസിനസ്സിന് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയാണ് ഇൻഫ്ലോ.
പുറത്തേക്ക് പോകുന്നതാണ് എന്ത് ഔട്ട്ഫ്ലോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഫർണിച്ചറിന്റെ വിറ്റുവരവ് ആണോ? പിന്നെ സ്ഥിര ആസ്തികൾ വാങ്ങിയത്, വേതനം നൽകുക, കടപ്പത്രങ്ങൾ തിരികെ വാങ്ങുന്നത്. ഓക്കെ, ഇതൊക്കെ വാങ്ങിയതാണ്, വാങ്ങുമ്പോൾ പൈസ പോവാണ് ചെയ്യുക, അപ്പൊ അതല്ല, ഇത് ഇൻഫ്ലോ അല്ല. വേതനം കൊടുക്കുക, അതും പൈസ പോകുന്നതാണ്. കടപ്പത്രങ്ങൾ തിരികെ വാങ്ങുന്നത്, അതും പൈസ പോകുന്നതാണ്. ഫർണിച്ചറിന്റെ വിറ്റുവരവ്, അതല്ലേ ഫർണിച്ചർ കൊടുത്തിട്ട് പൈസ കിട്ടുക, അപ്പൊ പൈസ കിട്ടുന്ന കാര്യമാണ് ആഗമന ചോദിച്ചേക്കണേ. പൈസ ഇങ്ങോട്ട് വരുന്നത്, ബിസിനസ്സിലോട്ട് വരുന്നത്, ഫർണിച്ചർ വിറ്റ പൈസ ഇങ്ങോട്ടല്ലേ കിട്ടാ, അല്ലെ? അപ്പൊ ഇതാണ് ആൻസർ എ. കണ്ടില്ലേ, സെയിൽ ഓഫ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഇതാണ് ഒരു മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു മാർക്കിന്റെ സെഷൻ കഴിഞ്ഞു ഇവിടെ. ഓക്കെ, ഇനി അടുത്ത സെഷനിലോട്ട് പോവാ. എത്രയാ? ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 25 to 27, 2 മാർക്കാണ്. എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യണം. എന്താ പറയണേ? ധനകാര്യ സ്റ്റേറ്റ്മെന്റുകൾ വിശകലനം ചെയ്യുന്ന ഏതെങ്കിലും 2 ഉപയോക്താക്കളുടെ പേരെഴുതുക. എന്താ പറയണേ? നമ്മുടെ റൈറ്റ് നെയിം എനി 2 യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഇത് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു വെക്കോട്ടോ. ഇത് 3ാമത്തെ ചാപ്റ്റർ പറയണത്. ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും പറയാണ്. 2 യൂസേഴ്സ്, 2 യൂസർ ആരൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ധനകാര്യ സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്യുന്ന 2 ആൾക്കാർ ആരൊക്കെയാണ്? ദേ, ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ്. അതുകൂടാണ്ട് വേറെ ഉണ്ട്. ബാങ്ക് നോക്കാം, ക്രെഡിറ്റേഴ്സ് നോക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ റൈറ്റ് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അത് നോക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സിന് നോക്കാം, മാനേജ്മെന്റിന് നോക്കാം, ബാങ്കിന് നോക്കാം, ക്രെഡിറ്റേഴ്സിനും നോക്കാം. ഇവരാണ് ധനകാര്യ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന ആൾക്കാർ, യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 26, ഒരു സ്ഥാപനത്തിന്റെ നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അസറ്റ് 2 ലക്ഷം രൂപയും കറണ്ട് ലൈബിലിറ്റി 1 ലക്ഷം രൂപയും ആയാൽ ആ സ്ഥാപനത്തിന്റെ കറണ്ട് റേഷ്യോ കണ്ടെത്തുക. ഞാൻ റേഷ്യോന്റെ ചാപ്റ്റർ, ഐ തിങ്ക് റേഷ്യോന്റെ ചാപ്റ്റർ 5 എന്നല്ല പറഞ്ഞ, ചാപ്റ്റർ 5. ഓക്കെ, അനുപാതങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട റേഷ്യോസ് ആണ് എടുത്തത്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് റേഷ്യോ എങ്ങനെ കാണാം? കറണ്ട് റേഷ്യോ ഇക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ്. ഓക്കെ, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കറണ്ട് റേഷ്യോ കിട്ടുക. അത് കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് എത്രയാ? 2 ലക്ഷം. കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട് 1 ലക്ഷം. സോ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം, അതായത് ഇതിന്റെ റേഷ്യോ പോലെ എഴുതാം. 2 0 പിടിക്കള അല്ലെ, 2 എന്തായി? 2:1 എന്ന് വരും. ഓക്കെ, അതായത് ഇത് 2/1 അല്ലേ, അതായത് 2:1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. അപ്പൊ കറണ്ട് റേഷ്യോസ് ഇമ്പോർട്ടന്റ്. ആ കറണ്ട് റേഷ്യോ പഠിച്ചു വെക്കാം. 26ാമത്തെ ആൻസർ, കറണ്ട് റേഷ്യോ ചാപ്റ്റർ 5 അനുപാതങ്ങൾ. പാർട്ട് 2 ആയിട്ട് ഇപ്പൊ പറയണേ. പാർട്ട് 2 ചാപ്റ്റർ 5 ആണെന്ന് തോന്നുന്നു നമ്പർ. ഇനി തെറ്റാണെങ്കിൽ അനുപാതങ്ങൾ ചാപ്റ്റർ. ഓക്കെ, റേഷ്യോസ് എന്ന ചാപ്റ്ററിത്തെ ഇമ്പോർട്ടന്റ് റേഷ്യോ 1ാമത്തെ കറണ്ട് റേഷ്യോ. അത് നോക്കാണ്ട് ആരും പോകരുത് എക്സാമിന്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാഭനഷ്ട സ്റ്റേറ്റ്മെന്റിലെ താഴെ കൊടുത്തിരിക്കുന്ന ഇനങ്ങൾ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള വരുമാനം, മറ്റു വരുമാനങ്ങൾ എങ്ങനെ തരംതിരിക്കുക? ഓക്കെ, classify the following asset as revenue from operations and other income as shown in the statement of profit and loss. അതായത് ഈ തന്നിരിക്കുന്ന ഈ പറയുന്ന കാര്യത്തിൽ ഏതൊക്കെയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകം എന്ന് അതെങ്ങനെ കണ്ടുപിടിക്കാം? മനസ്സിലാക്കണേന്ന് വെച്ചാലേ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ബിസിനസ് എന്താണോ, ബിസിനസ് എന്താ വെച്ചാൽ നമുക്ക് എന്ത് വിറ്റിട്ടാണോ പൈസ കിട്ടണേ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഒരു ടെക്സ്റ്റൈൽ കടയാ, അപ്പൊ എന്റെ മെയിൻ ബിസിനസ് വരുമാനം എന്ന് പറയുന്നത് എന്താ? തുണി വിറ്റിട്ട് പൈസ കിട്ടുക അല്ലെ. ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ അതാണല്ലോ, ക്ലോത്ത്സ് വിറ്റിട്ട് പൈസ കിട്ടുക, അതാണ്. അപ്പൊ ആ മെയിൻ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് വേണ്ടി കാണിക്കേണ്ടത്. അതർ ഇൻകോ, എനിക്ക് അതുകൂടാണ്ട്, എനിക്ക് ടെക്സ്റ്റൈൽ കട ഉണ്ട്, ഓക്കെ, അതുകൂടാണ്ട് ഞാൻ വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവരുടെ ഷെയർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന് ഡിവിഡൻഡ് എനിക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് അവർ ഡിവിഡൻഡ് എനിക്ക് തരും. അത് എനിക്ക് എന്റെ ഈ ബിസിനസ് ആയിട്ട് ചേർക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എന്റെ ബിസിനസ്സിന്റെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മെയിൻ വരുമാനം എന്താ? സെയിൽസ് ആണ്. അതായത് എന്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് എനിക്ക് തുണികൾ വിറ്റ് കിട്ടുന്ന പൈസ, ഓക്കെ, അതാണ് എന്റെ മെയിൻ വരുമാനം. ഓക്കെ, ബട്ട് ഈ പറയുന്ന വരുമാനോ, പക്ഷെ അത് കൂടാണ്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ പൈസ എങ്ങനെ കിട്ടണേ? ഞാൻ വേറൊരു കമ്പനിയിൽ പൈസ ഇട്ടിട്ട് അവരെ ഷെയർ മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് അവരുടെ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. എനിക്ക് അതും എന്റെ ഒരു വരുമാനമാണ്. പക്ഷെ എന്റെ ആ വരുമാനം ഈ പറഞ്ഞ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? എന്റെ ബിസിനസിന്റെ വരുമാനം. ആ ബിസിനസിന്റെ വരുമാനത്തിന്റെ ഒപ്പം എനിക്ക് ഈ ഡിവിഡൻഡിന്റെ വരുമാനം കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതെവിടെ കാണിക്കേണ്ടത്? അതർ ഇൻകത്തിൽ. സോ അതൊക്കെ എന്താ? അതർ ഇൻകാണ്. അതുപോലെ ബാങ്കിൽ പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ഇതൊക്കെ എന്താ? അതർ ഇൻകാണ്. ഇതൊന്നും റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ല. അപ്പോ ഇവിടെ ആൻസർ നോക്കിയേ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ മെയിൻ സാധനങ്ങൾ, സെയിൽ ഓഫ് പ്രൊഡക്റ്റ് കണ്ടില്ലേ,
സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, എന്റെ പ്രൊഡക്റ്റ് എന്താ ടെക്സ്റ്റൈൽ ക്ലോത്ത് ആണ്, അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ. ഇനി സർവീസ് ചെയ്യാനാണെങ്കിൽ, അതായത് ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസിയാണ്. അപ്പൊ എന്റെ സർവീസ് അല്ലേ എന്റെ ജോലി. അപ്പൊ എന്റെ മെയിൻ എന്താ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് ട്രാവലിംഗ് അവരെ വിറ്റ് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് സെയിൽ ഓഫ് സർവീസ്. ഇതാണ് നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അതർ ഇൻകോ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഉൽപ്പന്നങ്ങൾ വിറ്റതിൽ നിന്നുള്ള വരുമാനം, ഈ നിക്ഷേപങ്ങൾ വിറ്റ വകയിലുള്ള ലാഭം, ഓക്കെ, സേവനങ്ങൾ നൽകിയ വഴിയുള്ള വരുമാനം, ഡിവിഡന്റ് വരുമാനം. അപ്പൊ അതില് ഉൽപ്പന്നങ്ങൾ വിറ്റതിലുള്ള വരുമാനവും സേവനങ്ങൾ നൽകിയ വഴിയുള്ള വരുമാനം എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. ബാക്കിയുള്ളതോ നിക്ഷേപങ്ങൾ വിറ്റ വകയുള്ള ലാഭം, ഡിവിഡന്റ് വരുമാനം, ഇതൊക്കെ എന്താണ്? അതർ ഇൻകം ആണ്. മനസ്സിലായില്ലേ? അതർ ഇൻകം. ഇതൊക്കെ വേറെ ഇൻകം ആണ്. നമുക്ക് സെപ്പറേറ്റ് വരുന്ന ഇൻകം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്ത് സെപ്പറേറ്റ് വരുന്ന ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 27ാമത്തെ ആൻസർ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ 2 മാർക്കിന്റെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3 മാർക്കിന്റെ വരുന്നത്, ഒരു കമ്പനിയുടെ 3 പ്രത്യേകതകൾ എഴുതുക. ഇത് ആ ചാപ്റ്റർ ഉണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഷെയറിന്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഷെയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഷെയറിന്റെ ചാപ്റ്ററിൽ കമ്പനീനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ അതിൽ 3 പ്രത്യേകത പറയാനാ പറഞ്ഞത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, പിന്നെന്താ? ട്രാൻസ്ഫറബിലിറ്റി, കമ്പനിയുടെ ഷെയർ ഓഹരികൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പെർപെച്വൽ സക്സഷൻ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കമ്പനിക്ക് ഒരു എന്താ പറയാ നിലനിൽപ്പുണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യം പറഞ്ഞ പെർപെച്വൽ സക്സഷൻ. ഓക്കെ, ഇതാണ് കമ്പനിയുടെ ഫീച്ചർ ആയിട്ട് വരുന്നത്. ഫീച്ചർ വെച്ചേക്കുന്നത് 3 പ്രത്യേകതകൾ. ഓക്കെ, ചാപ്റ്റർ 1 ഷെയറിന്റെ ചാപ്റ്ററിൽ കമ്പനി എന്ന് പറഞ്ഞ ഹെഡിങ്സിൽ കാണാം. കമ്പനി എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ കാണാൻ കുറച്ച് പോയിന്റ്സ്, അതിന്റെ താഴെ ഈ കമ്പനിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ പോയിന്റുകൾ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിക്കാം. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. അടുത്തത്, ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദങ്ങൾ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ പൂർത്തീകരിക്കുക. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മടക്കി നൽകുന്ന കടപ്പത്രങ്ങൾ, തിരിച്ചു കൊടുക്കുന്നത്. ഇവിടെ എന്താ ബ്രാക്കറ്റ് നിൽക്കുന്നത്? നിരക്ക് രഹിത കടപ്പത്രങ്ങൾ, പിൻവലിക്കാവുന്ന കടപ്പത്രങ്ങൾ, പരിവർത്തിത കടപ്പത്രങ്ങൾ. ഓക്കെ, fill in the blanks in series in the taken from brackets. Debentures which are repayable on expire of a specific period. ഒരു പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു നിശ്ചിത കാലാവധി ഉണ്ട്. അങ്ങനത്തെ ഡിവിഡൻഡിന് നമ്മൾ എന്ത് ഡിവിഡൻഡ് എന്നാ പറയാ? റിഡീമബിൾ. റിഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിഡീമബിൾ ആണ്, മെച്യൂരിറ്റി ഉണ്ട്, അതിനൊരു കാലാവധി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഏത് വരുന്നത്? ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മടക്കി നൽകുന്ന കടപ്പത്രം, പിൻവലിക്കാവുന്ന കടപ്പത്രങ്ങൾ വരുന്നത്. ഓക്കെ, കണ്ടില്ലേ? റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. ഇനി അടുത്തത് എന്താ? സാധാരണ ഓഹരികളാക്കി മാറ്റാവുന്ന കടപ്പത്രങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കടപ്പത്രത്തിൽ നമുക്ക് കിട്ടിയ ഡിബഞ്ചറിനെ നമുക്ക് വേറെ ഒരു ഇതിലേക്ക് മാറ്റാനായിട്ട് പറ്റണം. അങ്ങനെ പറ്റുന്ന ഡിബഞ്ചറാണ് എന്ത്? മാറ്റാൻ പറ്റുന്നത്. എന്താ? കൺവേർട്ടിബിൾ അല്ലെ? പരിവർത്തനം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ പരിവർത്തിത കടപ്പത്രങ്ങളാണ് പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന കടപ്പത്രങ്ങൾ. ഓക്കെ, പിന്നെ ഒരു പ്രത്യേക പലിശ നിരക്ക് ഇല്ലാത്ത കടപ്പത്രങ്ങൾ, പ്രത്യേകിച്ച് പലിശ നിരക്കൊന്നുമില്ല. അപ്പൊ എന്താ? നിരക്കില്ലാത്തത് അല്ലെ? നിരക്ക് രഹിത കടപ്പത്രങ്ങൾ. ഇതാണ് 29ാമത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 30ാമത്തെ തന്നെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിന്റെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ ചുരുക്കി വിവരിക്കുക. ഓക്കെ, 3 വിവരങ്ങളാ പറയുന്നത്. ഇത് ചാപ്റ്റർ, എനിക്ക് തോന്നുന്നു ഇത് ചാപ്റ്റർ 3 ആണ്, പാർട്ട് 2 3. കമ്പനിയുടെ സാമ്പത്തിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ചാപ്റ്ററിൽ ഒരു ഭാഗം കാണും. ഓക്കെ, അതിൽ നിന്നാ ചോദിക്കുന്നത്. അത് നമ്മൾ നോക്കിയിട്ടില്ല, ഐ തിങ്ക്. ഇത് വായിച്ചാൽ ഇതിപ്പോ ഇംഗ്ലീഷ് അല്ലേ, ഇത് വായിക്കണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വിട്ടോ, കുഴപ്പമില്ല. ആ ഒരു ക്വസ്റ്റ്യൻ പോയാലും പ്രശ്നമില്ല. അടുത്തത് അടുത്തത് നമ്മൾ പറഞ്ഞതാണ് 34. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ക്യാഷ് ഫ്ലോസ്. നമ്മൾ പഠിപ്പിച്ചതാ ലാസ്റ്റ് ചാപ്റ്റർ 6. ഓക്കെ, ക്യാഷ് ഫ്ലോസിന്റെ ചാപ്റ്റർ. എന്താ? ഈ 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ്, ഏതൊക്കെയാണ് ഫിനാൻസിങ് എന്ന് ചോദിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? സെയിൽ ഓഫ് ഗുഡ്സ്, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, പിന്നെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, അതായിരിക്കും ഡിവിഡൻഡായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിനാൻഷ്യലി വരുന്ന കാര്യങ്ങളല്ല അല്ലെ? സാമ്പത്തികമായിട്ടുള്ള. അപ്പൊ അതെന്താ? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. സോറി, ഇനി മലയാളം. ഓക്കെ, ഏതാ? ഇവിടെ ഉണ്ട്. പണത്തിന്റെ നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ പ്രവാഹം ധനപരമായിട്ട്. അപ്പൊ ഇത് ധനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ എന്താ? സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിനുള്ള പണമടക്കൽ. ഇതേതാ നമുക്ക് വരുന്നത്? നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് ലാസ്റ്റത്തെ. ഓക്കെ, ഒന്നാമത്തെ ഓപ്പറേറ്റിംഗ്, സെയിൽ ഓഫ് ഗുഡ്സ്.
പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ് ഫിനാൻസിങ് ആണ്. ധനപരമായിട്ടുള്ള ക്യാഷ് പേയ്മെന്റ് ടു അക്വയർ ഫിക്സഡ് അസറ്റ്. അതായത് ഈ ഈ പറയണ സ്ഥിരാസ്തികൾ വാങ്ങുന്നതിനുള്ള പണമടക്കൽ. അത് എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. സോ ഇതാണ് നമ്മുടെ 31ാമത്തെ ആൻസർ. സോ നെക്സ്റ്റ്, ഇനി അടുത്ത ഭാഗത്തിലോട്ട് കടക്കുമ്പോൾ 32 മുതൽ 34 വരെ 4 മാർക്കിനാണ്. എന്താ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഫസ്റ്റ് തന്നെ എന്താ? നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് തന്നിരിക്കണം അല്ലെ. അംഗീകൃത മൂലധനം, പ്രീമിയം, വിലി കുടിശ്ശിക, പ്രോസ്പെക്ടസ്. ഇതെന്താ? വാങ്ങാനുള്ള ക്ഷണം, ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാത്ത തുക, രജിസ്റ്റർ ചെയ്ത മൂലധനം, മുഖവിലയേക്കാൾ ഉയർന്ന വില. ഓക്കെ, അപ്പൊ ഇതിലെന്തായിരിക്കും? അംഗീകൃത മൂലധനം. ഇതിലെന്താ വരാ? വാങ്ങാനുള്ള ക്ഷണം, ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാത്ത തുക, രജിസ്റ്റർ ചെയ്ത മൂലധനം, മുഖവിലയേക്കാൾ ഉയർന്ന വില. എന്തായിരിക്കും ഇത്? രജിസ്റ്റർ ചെയ്ത മൂലധനം അല്ലെ? അംഗീകൃത മൂലധനം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ വേറൊരു പേരാണ് എന്ത്? രജിസ്റ്റർ ചെയ്ത, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, മൂലധനം, രജിസ്റ്റർ ചെയ്ത മൂലധനം എന്ന് പറയുന്നത്. അടുത്തത് പ്രീമിയം. പ്രീമിയം എന്താ? ഇവിടെ നോക്കിയേ, വാങ്ങാനുള്ള ക്ഷണം, ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാത്ത തുക, മുഖവിലയേക്കാൾ ഉയർന്ന വില അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുഖവില എന്ന് പറഞ്ഞാൽ 10 രൂപയാണെങ്കിൽ അതിൽ കൂടുതൽ +2 ഇട്ടിട്ട് 12 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇതാണ് പ്രീമിയത്തിന് വിൽക്കാന്ന് പറയുന്നത് അല്ലെ. സോ പ്രീമിയം എന്ന് പറയുന്നത് എന്താ? മുഖവിലയേക്കാൾ ഉയർന്ന വിലയാണ് പ്രീമിയം. ഓക്കെ, അടുത്തത് വിലി കുടിശ്ശിക. കുടിശ്ശിക എപ്പോഴാ വരുത്താ? നമ്മള് അടയ്ക്കാത്ത പൈസ അല്ലെ. ഷെയറിന്റെ കേസിൽ അടയ്ക്കാത്ത പൈസ നമ്മൾ ഓരോന്ന് വിളിക്കും. ആപ്ലിക്കേഷൻ 2 രൂപ വിളിച്ചു, അത് അടച്ചു. ഇനി 3 രൂപ അലോട്ട്മെന്റ്, അത് അടച്ചു. ഫസ്റ്റ് കോള് 2 രൂപ, അത് വിളിച്ചപ്പോ അത് അടച്ചിട്ടില്ല. അപ്പൊ അതാണ് എന്ത്? കുടിശ്ശിക വരുത്താന്ന് പറയാ അല്ലെ. അപ്പൊ ആവശ്യപ്പെട്ടിട്ട് വിളിച്ചിട്ട് എന്താ? അടയ്ക്കാത്ത തുകയാണ് എന്ത്? വിലി കുടിശ്ശിക. പ്രോസ്പെക്ടസ് എന്താ? ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോ, ഷെയറിന്റെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ. എന്താ? പ്രോസ്പെക്ടസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷണാണ്. ഷെയർ വാങ്ങാൻ വേണ്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇറക്കും. അതാണ് പ്രോസ്പെക്ടസ്. അപ്പൊ ഞങ്ങൾ മാച്ച് ദ ഫോളോയിങ് വരണേ. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഞാനിത് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഓക്കെ അല്ലെ. ഇത് 32ാമത്തെ ആൻസർ. അടുത്തത് 33ാമത്തെ എന്താ പറയണേ? ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. 4 വ്യത്യാസങ്ങൾ പറഞ്ഞേ. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ചാപ്റ്റർ 1ലോ 2ലോ പാർട്ട് 2ലെ. ഞാൻ ഒന്നുകൂടി കൺഫേം ആക്കിയിട്ട് ഒന്നുകൂടി കറക്റ്റ് ഞാൻ ഇപ്പൊ ക്ലാസ്സിന് ശേഷം നോക്കിയിട്ട് എന്ത് ചെയ്യാ പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. അതെന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു ഡിബഞ്ചറിന്റെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, സെക്കൻഡ് ചാപ്റ്ററിൽ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലാണ് വരുന്നത്. പാർട്ട് 2ലെ സെക്കൻഡ് ചാപ്റ്റർ, ഡിബഞ്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ, കടപ്പത്രങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കാം ഓഹരിയും കടപ്പത്രം തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ നോക്കാം കേട്ടോ. 4 വ്യത്യാസങ്ങൾ പറഞ്ഞു, അത് നോക്കി വെക്കാം. ഓക്കെ, ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഗ്ലോബൽ ലിമിറ്റഡ് ഇനി പറയുന്ന വരവ് ചെലവ് കണക്കിൽ നിന്നും 2024 മാർച്ച് 31 അവസാനിച്ച വർഷത്തിനായി താരതമ്യ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. താരതമ്യ സ്റ്റേറ്റ്മെന്റ് ആണ് തയ്യാറാക്കേണ്ടത്. താരതമ്യ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചല്ലോ. ചാപ്റ്റർ 4 ആണിത്. ചാപ്റ്റർ 4ലത്തെ കാര്യമാണ് പറയണത്. നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് തരും. അതിലത്തെ വരവ് ചെലവ് കണക്കാണ് നമുക്ക് അറിയേണ്ടത്. വിൽപ്പന വഴിയുള്ള വരുമാനം. അപ്പൊ നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. അസംസ്കൃത വസ്തുക്കളും കൂലിയും 80,000 തന്നിട്ടുണ്ട്. മറ്റ് വരുമാനങ്ങൾ, അതർ ഇൻകം, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. എങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതാണ് നമ്മുടെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എങ്ങനെ ഉണ്ടാക്കേണ്ട? അതിന്റെ ഫോർമാറ്റ്, പർട്ടിക്കുലേഴ്സ്, ആ 2 വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ? 2 വർഷത്തെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യണം. അതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കൂടുതൽ വന്നത് അതിന്റെ പെർസെന്റേജ് എത്രയാണോ അത് കണ്ടുപിടിക്കണം. അപ്പോ 2 വർഷത്തെ അതേ സെയിം പർട്ടിക്കുലേഴ്സ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ 2 എണ്ണം പകർത്തി എഴുതുക. ക്വസ്റ്റ്യന്റെ കാര്യം 2023, 22, 23, 23, 24 കണ്ടില്ലേ? എന്നിട്ട് അടുത്ത 2 കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആബ്സല്യൂട്ട് ഇൻക്രീസ്, അതായത് കൂടിയത് എത്രയാണോ കൂടിയത് അത്. ഇനി കൂടിയ ശതമാനം എത്രയാണോ കൂടിയത് അതിന്റെ ശതമാനം, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നോക്കിയേ, ഫസ്റ്റ് തന്നെ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത് ഇതാട്ടോ, വിൽപ്പന വഴിയുള്ള വരുമാനം. ഇതാണ് കൊടുക്കേണ്ടത്. വിൽപ്പന വഴിയുള്ള വരുമാനം, നിങ്ങൾ അത് എഴുതിയാൽ മതി. ഓക്കെ, വിൽപ്പന വഴിയുള്ള വരുമാനം. ഞങ്ങളുടെ വിൽപ്പന വരുമാനം എഴുതുന്നുണ്ട്, നോക്കാം അല്ലെ. സോ എത്രയാണ് ക്വസ്റ്റ്യനില്? 1,25,000 ഫസ്റ്റത്തെ ആദ്യത്തെ വർഷം, 1,25,000. പിന്നെ 1,50,000. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ആദ്യത്തെ വർഷത്തിന് കൂടുതലല്ല ചെയ്തേക്കണേ, ഇൻക്രീസ് അല്ലെ. ഇൻക്രീസ് ചെയ്തു. എത്ര കൂടി? 25,000 അല്ലെ. ഇവിടെ ആ കൂടിയതിന്റെ ശതമാനം കാണിക്കേണ്ടത്. 20 ഇങ്ങനെ കിട്ടിയത്. എത്രയാണ് കൂടിയത്? 25,000 അല്ലേ. മുന്നേ എത്രയായിരുന്നു? 1,25,000 അല്ലെ. അതായത് നമുക്ക് കൂടിയ എമൗണ്ട്
ഡിവൈഡഡ് ബൈ മുൻവർഷം എന്ന് പറയുമ്പോ എത്ര ആദ്യത്തെ വർഷത്തെ അല്ലെ 1,20,000 25,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 ഇതാണ് 20. അപ്പൊ നമുക്ക് എത്രയാണോ കൂടിയതിന്റെ ശതമാനം കിട്ടും. അടുത്തത് ഇതിലെ ഇനി അടുത്തത് എന്താ പറയുക അതർ ഇൻകം. അടുത്തത് അതർ ഇൻകം എഴുതുന്നത് ഇത് എഴുതാൻ പാടില്ല. കാരണം എന്താ പറയുക ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് വരവ് ചെലവ് കണക്കാണ്. അതിന്റെ ഡീറ്റെയിൽസ് തന്നേക്കണം. സോ വരവ് ചെലവ് കണക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വിൽപ്പന പിന്നെ അതർ ഇൻകം ആണ് എഴുതേണ്ടത്. ഓർഡർ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇതേ രീതിയിൽ എഴുതാൻ പാടില്ല. ആദ്യം വിൽപ്പന വഴിയുള്ള വരുമാനം പിന്നെ അതർ ഇൻകം, അതായത് മറ്റു വരുമാനങ്ങൾ. അതാണ് ഇവിടെ മറ്റു വരുമാനങ്ങൾ. ഇത് മറ്റു വരുമാനമാണ് അതർ ഇൻകം. മറ്റു വരുമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് 30,000 40,000. സോ ഇത് 30,000 40,000. ഇതും എന്താണ് നോക്കുകയാണെങ്കിൽ കൂടുതലേ ചെയ്തേക്കണേ 40,000 അതായത് 10,000. ഓക്കെ 10,000. അപ്പൊ എത്ര കൂടിയത് തന്നെയാണ് 10,000 കൂടിയ എമൗണ്ട് കൂടിയ തുക ഡിവൈഡഡ് ബൈ മുൻ വർഷത്തെ തുക 30,000 ഇൻറ്റു 100 എത്ര കിട്ടും 33.3333 കിട്ടും ശതമാനം. ഇത്ര കിട്ടിയില്ലേ? ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നമ്മുടെ വിൽപ്പന വരുമാനം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ സോഴ്സ് നമ്മുടെ മെയിൻ വരുമാനം ഇത്ര, അതർ ഇൻകം ഇത്ര. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമ്മുടെ മൊത്തം വരുമാനം കിട്ടും. അപ്പൊ എന്തേ ടോട്ടൽ ഇൻകം മൊത്ത വരുമാനം എന്നുകൊണ്ട് കൊടുക്കാം. ടോട്ടൽ ചെയ്യുക 1,25,000 പ്ലസ് 30,000 1,50,000. അതുപോലെ ഇതും കൂട്ടാം 1,90,000 കിട്ടും. എന്നിട്ട് വീണ്ടും ഇവരെ കമ്പയർ ചെയ്യുക 1,50,000 അല്ലെ 1,90,000 കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും കൂടുതലല്ലേ അല്ലെ എത്ര കൂടുതൽ 30,000. ഇത് കണ്ടുപിടിക്കുക ഇതിന്റെ പെർസെന്റേജ് 30,000 കൂടിയ എമൗണ്ട് ഡിവൈഡഡ് ബൈ മുൻ വർഷത്തെ എത്ര 1,50,000 ഇൻറ്റു 100 എത്ര കിട്ടും 22.5% കിട്ടും. ഓക്കെ ഇനി എന്ത് ചെയ്യണം? ഇനി വേണം അതിൽ നിന്ന് എന്ത് കുറയ്ക്കാൻ? ഈ പറഞ്ഞ അസംസ്കൃത വസ്തുക്കളും കൂലിയും ഇത് കുറയ്ക്കാനായിട്ട്. അതാണ് നമ്മുടെ എക്സ്പെൻസസ്, ചെലവുകളാണ് അത്. ഓക്കെ ചിലവുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം. അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ലെസ് ഈ പറഞ്ഞ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക. അതിപ്പോഴല്ല ആദ്യം ആ എക്സ്പെൻസ് എഴുതുക. എത്ര 80,000 ആയിരുന്നു 80,000 അല്ലെ പിന്നെ എത്ര 1,25,000 ആയി അല്ലെ 80,000 1,25,000 അതതിനർത്ഥം കൂടി. വീണ്ടും എത്ര കൂടി 45,000 കൂടി. അപ്പൊ ഈ പെർസെന്റേജ് ആണ് കിട്ടുക 45,000 ഡിവൈഡഡ് ബൈ മുൻ വർഷത്തെ എത്ര 80,000 ഇൻറ്റു 100 അതായത് 56.3%. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് വീണ്ടും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, കൂട്ടല്ല. ഈ 1,50,000 ഈ 80,000 കുറയ്ക്കുക. എക്സ്പെൻസ് മൊത്ത വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവ് കുറയ്ക്കുകയാണ്. അപ്പൊ എത്ര 75,000 കിട്ടും. ഇവിടെ 1,90,000 1,35,000 65,000 കിട്ടും. ഇവിടെ 30,000 40,000 കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് അല്ലേ വരാം 10,000 നെഗറ്റീവ് ആണ് വരാം അല്ലെ കുറയ്ക്കുമ്പോ. മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ നെഗറ്റീവ് നോക്കണ്ടെന്നാ നിങ്ങൾ കുറയ്ക്കാണ്ട് നോക്കി നോക്കിയേ, ഇങ്ങനെ നോക്കി നോക്കിയേ, ശ്രദ്ധിച്ചോട്ടോ. അതായത് 75,000 ആയിരുന്നു മുൻ വർഷത്തെ, കുറച്ചപ്പോ ഇത് 65,000 ആയി. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻ വർഷത്തെ അല്ലേ, അതായത് മൈനസ് അല്ലേ വരണേ, അതായത് കൂടുതലല്ല കുറവാണ് വരണേ, അതാണ് ബ്രാക്കറ്റ്. ഓക്കെ അങ്ങനെ വരുമ്പോ ഈ 10,000 ഡിവൈഡഡ് ബൈ 75,000 ഇൻറ്റു 100 ചെയ്യാം. 10,000 അതായത് എത്രയാണോ കുറവ് അല്ലെങ്കിൽ എത്രയാണോ കൂടുതൽ, ഇവിടെ കുറവാണല്ലോ അതുകൊണ്ട് 10,000 ഡിവൈഡഡ് ബൈ 75,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 13.33 സംതിങ് പെർസെന്റേജ് കിട്ടും. ഇങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇപ്രാവശ്യം കമ്പാരിറ്റീവ്, കഴിഞ്ഞ പ്രാവശ്യം കമ്പാരിറ്റീവ് ചോദിച്ചത്, ഇപ്രാവശ്യം കോമൺ സൈസ് ആവും. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ പോയി നോക്കാം. ചാപ്റ്റർ 4ലെ ഭാഗമാണ് ഇത്. കമ്പാരിറ്റീവ് ചോദിച്ചു. ചിലപ്പോൾ ഇപ്രാവശ്യം എന്തായിരിക്കാം കോമൺ സൈസ് ചോദിക്കാം. കോമൺ സൈസിലെ ബാലൻസ് ഷീറ്റ് തന്നിട്ട് ചോദിക്കാം. ബാലൻസ് ഷീറ്റിന്റെ ഭാഗം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിക്കുക. സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് പറയണത് നന്നായി പഠിക്കാൻ. ഈ ഒരു പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ ചെയ്യാൻ ഏറ്റവും പറ്റിയ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ 4. ഈ ഒരു ഭാഗം ഇതെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഇനി ലാസ്റ്റ് ഭാഗത്തും 8 മാർക്കിന് കിടക്കാണ്. ഓക്കെ ആൻസർ ഇനി 1 ഓഫ് ദി ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ഏതാ? ഷെയറിന്റെ ചാപ്റ്റർ. ഓക്കെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഷെയറിന്റെ ചോദിക്കുന്നത്. ഇതിലെന്താ പറഞ്ഞേക്കണത് നോക്കിക്കോ. അയ്യങ്കാർ ലിമിറ്റഡ് കമ്പനി 10 രൂപ മുകളിലുള്ള 30,000 ഇക്വിറ്റി ഷെയർ ആണ് ഈ പറയുന്ന പ്രകാരം വിതരണം ചെയ്യുന്നത്. അപേക്ഷ ഫീസ് 4 രൂപ, അലോട്ട്മെന്റ് 3 രൂപ, ആദ്യ കോള് 2 രൂപ, രണ്ടാമത്തെ അവസാനത്തെ കോളായിട്ട് 1 രൂപ. ഓക്കെ 40,000 ഓഹരികൾക്കുള്ള അപേക്ഷ ലഭിച്ചു. അപ്പൊ എത്രയും 30,000 ഇഷ്യൂ ചെയ്തു, പക്ഷെ 40,000 അപേക്ഷ ലഭിച്ചു. അധികമായിട്ട് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? തിരികെ കൊടുക്കുക ചെയ്യുന്നത്, റിജക്ട്. അപ്പൊ അത്രയും പൈസ 10,000 രൂപയാണ് അധികം വന്നത്. ആ 10,000 രൂപ അധികം കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തിരിച്ച് റീഫണ്ട് ചെയ്തിട്ടുണ്ടാവണം. അലോട്ട്മെന്റിന്റെയും മറ്റെല്ലാ കോളുകളുടെയും തുക കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അപ്പോ കുടിശ്ശികൊന്നുമില്ല. ഓഹരികളുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രി കൊടുക്കുക. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താ? അപേക്ഷ ഫീസിന്റെ അല്ലെ. ബാങ്ക് ആപ്ലിക്കേഷൻ ഫീസ് റിസീവ് എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ എത്ര
എത്ര കിട്ടി? 40,000 കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 30,000 എടുക്കരുത്, തെറ്റും. അപ്പൊ 40,000 ഇൻറ്റു 4, അതാണ് ഈ പറയുന്ന പൈസ. എത്ര? 1,60,60,000. ക്ലിയർ അല്ലേ? 1,60,60,000. ഇനി അതെന്ത് ചെയ്തു? അടുത്തത് പറയുന്നുണ്ട്, നമ്മൾ സാധാരണ ഷെയർ അപ്ലിക്കേഷൻ ബാങ്കിലേക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ കാണിക്കുക? ട്രാൻസ്ഫർ ആൻഡ് എൻട്രി ആണ്. ഇവിടെ എന്ത്? റീഫണ്ട് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരുമിച്ച് എഴുതി, അത്ര ഉള്ളൂ വ്യത്യാസം. ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആൻഡ് എൻട്രി ആണ്, അറിയാലോ. പക്ഷെ ഇവിടെ എന്തുണ്ട്? റീഫണ്ട് അധികം വന്നത്. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്തു? ബാങ്ക് ഒന്നുകൂടി കൊടുക്കുക. ശ്രദ്ധിക്കുക, ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ട്രാൻസ്ഫർ ആൻഡ് എൻട്രി ആണ് ഷെയർ ക്യാപിറ്റലിലോട്ട്. പക്ഷെ ഇവിടെ എന്തുണ്ട്? റീഫണ്ട് ഉണ്ട്, അധികം വന്നേക്കണം. 40,000 വന്ന് നമ്മൾ എന്താ തിരിച്ച് അപ്ലിക്കേഷൻ തിരികെ നൽകി എന്നാ പറയുന്നത്, റീഫണ്ട് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നേക്കുന്നത്? ടു ബാങ്കും കൂടി വന്നേക്കുന്നത്. അപ്പൊ എത്ര? 1,00,000 അപ്ലിക്കേഷൻ മൊത്തം ഉണ്ടായിരുന്നു. അതില് ഷെയർ ക്യാപിറ്റലിലോട്ട് എത്രയേ പോകുള്ളൂ? കറക്റ്റ് നമുക്ക് കിട്ടേണ്ടത്, അതായത് 30,000 ഇൻറ്റു 4 എവിടേക്ക് പോകുള്ളൂ? ഷെയർ ക്യാപിറ്റലിലോട്ട് പോകുള്ളൂ, അതായത് 1,20,000. അപ്പൊ ബാക്കി എക്സ്ട്രാ വന്ന പൈസ 1,60,000 നിന്ന് 1,20,000 പോയി, ബാക്കി വന്ന 40,000 രൂപ നമ്മൾ റീഫണ്ട് ചെയ്യണം. അതാണ് ബാങ്കിൽ കാണിക്കേണ്ടത്. ഓക്കെ, അത് രണ്ടാമത്തെ എൻട്രി. പിന്നെ കഴിഞ്ഞു. പിന്നെ എല്ലാ സാധാ പോലെ അലോട്ട്മെന്റിന്റെ എൻട്രി എന്താ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എത്ര? പിന്നെ ഈ 30,000 എടുക്കാൻ പാടുള്ളൂ. 30,000 വേണം എടുക്കാൻ. 30,000 ഇൻറ്റു ഇതുമ്പോ വേണം കാണാനായിട്ട്, കാരണം 40,000 കണക്ക് അവിടെ കഴിഞ്ഞു. ഓക്കെ, 30,000 ഇൻറ്റു അലോട്ട്മെന്റ് എത്ര? 3 രൂപ. സോ 30,000 ഇൻറ്റു 3 90,000 എഴുതാം. ഇനി അലോട്ട്മെന്റിന്റെ പൈസ ബാങ്കിലേക്ക് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ് 90,000 90,000. പിന്നെ ഫസ്റ്റ് കോൾ അല്ലെ, അടുത്ത ഫസ്റ്റ് കോൾ 2 രൂപയാണ്. സോ ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ എത്ര? 30,000 ഇൻറ്റു 2 60,000. ബാങ്കിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ 60,000. അടുത്ത സെക്കൻഡ് കോൾ എത്ര രൂപയാണ്? 1 രൂപയാണ് അല്ലെ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. സോ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ 30,000. 1 രൂപ അല്ലേ, 30,000 ഇൻറ്റു 1 രൂപ. അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ സെക്കൻഡ് കോൾ 30,000. ഇത്രേ ഉള്ളൂ ഷെയറിന്. ഷെയറിൽ നിന്ന് ബേസിക് ക്വസ്റ്റിനെ ചോദിക്കണുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചോദിക്കട്ടെ, അങ്ങനെ വരുള്ളൂ. അങ്ങനെ അത് തന്നെ പഠിക്കുക. നമ്മുടെ ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോ എന്നാണ്. ചാപ്റ്റർ ഐ തിങ്ക് ചാപ്റ്റർ 5 തന്നെ. ചാപ്റ്റർ 5 അനുപാതങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആണ് വന്നേക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ ക്ലാസ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് പിന്നെ ചോദിച്ചേക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോയും ഉടമസ്ഥ അനുപാതം എന്ന റേഷ്യോയാണ് അധികമായിട്ട് രണ്ടെണ്ണം എക്സ്ട്രാ ചോദിച്ചേക്കുന്നത്. ബാക്കി രണ്ടെണ്ണം ഞാൻ പഠിക്കാൻ പറഞ്ഞതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നമുക്ക്. സെയിൽസ് എത്ര? 2 ലക്ഷം. വിറ്റ സാധനങ്ങളുടെ വില, ഓപ്പറേറ്റിംഗ് ചെലവുകൾ, പ്രാരംഭ സ്റ്റോക്ക്, സമാപ്തി സ്റ്റോക്ക്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓഹരി ഉടമകളുടെ ഫണ്ട്, അറ്റാസ്തികൾ, ഇത്ര തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് എടുക്കണം? ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റിലോട്ട് കിടക്കുക. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, റേഷ്യോ, അനുപാതം. ഇതിലൊക്കെ എന്താണെന്നറിയോ? ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം, മസ്റ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് കാണണം. അതിനായിട്ട് എന്താ പറയുക? നെറ്റ് സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എത്രയാണ്? അതിനോട് തന്നേക്കണം അറ്റ ലാഭം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതില് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിന് എന്താണ്? അറ്റ ലാഭമാണ്. ഇതപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇതിൽ നമുക്ക് എന്തറിയണം? സെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ, എത്ര? 2 ലക്ഷം. ഓക്കെ, പിന്നെ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ല, പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഓരോന്നും കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്. അപ്പൊ പറ്റുന്നവര് മാത്രം ഇത് ആൻസർ ചെയ്യുക, അല്ലാത്തൊരു ഷെയറിന്റെ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ട് പോവാ. ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ആ ഒരു ഭാഗം, അത് രണ്ടും കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യം വരുന്നത്. അപ്പൊ ആ ഒരു ഷെയറിന്റെ ഡിബഞ്ചറിന്റെ ഭാഗം നന്നായി പഠിച്ചിട്ട് പോവാ. കാരണം ഈ ഒരു റേഷ്യോ എല്ലാവർക്കും കിട്ടണം എന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന സെയിൽസ് ഉണ്ടല്ലേ, ഈ സെയിൽസിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. 80,000. 2 ലക്ഷത്തിൽ നിന്ന് 1,20,000, അതായത് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക 80,000. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 80,000 കിട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ട് അല്ലെ 2 ലക്ഷം. സോ 80,000 ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100, 40% ഗ്രോസ് പ്രോഫിറ്റ്. 80,000 വരുന്നത് നമ്മുടെ സെയിൽസ് 2 ലക്ഷം രൂപ അല്ലെ. സെയിൽസിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന വിറ്റ സാധനങ്ങളുടെ വില 1,20,000 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലെ. ഇനി അടുത്തത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ റേഷ്യോ എന്താ? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെയും നെറ്റ് സെയിൽസ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ അതിനെ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയില്ലേ, എത്ര? 80,000 എന്നുള്ളത്. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെ? ഗ്രോസ് പ്രോഫിറ്റ്
ശ്രദ്ധിച്ചോ, ഗ്രോസ് പ്രോഫിറ്റ് 80,000 നമുക്ക് മനസ്സിലായി. അപ്പോ ഇനി നെറ്റ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ? ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ചെലവ് വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ട് അല്ലെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അതായത് ആ 80,000 ഗ്രോസ് പ്രോഫിറ്റ്, ഈ 80,000 ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ 40,000 ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ചെലവ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അതായത് ബാക്കി എത്ര? 40,000. സോ ഈ 40,000 ആണ് നമ്മുടെ എന്ത്? നെറ്റ് പ്രോഫിറ്റ്. കണ്ടില്ലേ? 40,000. സോ 40,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എത്ര? 2 ലക്ഷം തന്നെ. 2 ലക്ഷം ഇൻറ്റു 100, 20%. നെക്സ്റ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. ശ്രദ്ധിക്കുക, അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റ സാധനങ്ങളുടെ വില. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മീൻസ് വിറ്റ സാധനങ്ങളുടെ വില ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാലേ ഇവിടെ നമുക്ക് എന്ത് കാണണം? വിറ്റ സാധനങ്ങളുടെ വില ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അതായത് വിറ്റ സാധനങ്ങളുടെ വില തന്നിട്ടുണ്ട് എത്ര? 1,20,000 അല്ലെ? ഇനി എന്താ? ആവറേജ് ഇൻവെന്ററി കാണണം. ആവറേജ് അതായത് ശരാശരി സ്റ്റോക്ക് എന്ന് പറയും. ശരാശരി സ്റ്റോക്ക്. ശരാശരി സ്റ്റോക്ക് എങ്ങനെയാണ്? നമുക്കിവിടെ ഓപ്പണിംഗ് തന്നിട്ടില്ലേ? ഉണ്ട്. സമാപ്തി സ്റ്റോക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? 40,000, 50,000 അല്ലെ? ഇത് രണ്ടും കൂട്ടാം. 40,000, 50,000. 40,000 പ്ലസ് 50,000 ഡിവൈഡഡ് ബൈ 2. മനസ്സിലായോ? ശരാശരി ഒന്നുകൂടി പറയാം. നമ്മുടെ ഈ ആവറേജ് അതായത് ശരാശരി സ്റ്റോക്ക് ഇത് കിട്ടാനായിട്ടാണ് പറയണേ. ഇത് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് പ്രാരംഭ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ശരാശരി സ്റ്റോക്ക് നമുക്ക് കിട്ടുക. അതെവിടെ തന്നിട്ടുണ്ട്? പ്രാരംഭ സ്റ്റോക്ക് കൂട്ടാം. 40,000 ഒപ്പം 50,000 സമാപ്തി സ്റ്റോക്ക് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക എത്ര? 45,000 കിട്ടും. അതാണ് നമ്മുടെ ശരാശരി സ്റ്റോക്ക് വരുന്നത്, 45,000. സോ നമ്മുടെ വിറ്റ സാധനങ്ങളുടെ വില ഇവിടെ ഉണ്ട് 1,20,000. അതേ ഡിവൈഡഡ് ബൈ ശരാശരി സ്റ്റോക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 45,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.67 കിട്ടും. 2.67 ടൈംസ് ആണ് നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അഥവാ നമ്മുടെ നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ആൻസർ വരുന്നത്. അടുത്തത് ഉടമസ്ഥാനുപാതം അല്ലെങ്കിൽ എന്താ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയും. അത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ഷെയർ ഹോൾഡർമാരുടെ ഫണ്ട് ഡിവൈഡഡ് ബൈ ഓഹരി ഉടമകളുടെ ഫണ്ട് തുക ഡിവൈഡഡ് ബൈ നെറ്റ് ആസ്തി, അതായത് അറ്റ ആസ്തികൾ എന്ന് പറയും. ഇവിടെ കണ്ടില്ലേ? അല്ല സോറി, അറ്റ ആസ്തികൾ അതാണ് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോ ഓഹരി ഉടമകളുടെ തുക ഡിവൈഡഡ് ബൈ അറ്റ ആസ്തികൾ. ഓക്കെ, അപ്പൊ ഓഹരി ഉടമകളുടെ തുക എത്രയാണെന്ന് നോക്കണം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവല്ലോ, 5 ലക്ഷം ഒക്കെ നേരിട്ട് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 8 ലക്ഷം. 5 ലക്ഷം ഡിവൈഡഡ് ബൈ 8 ലക്ഷം 0.625. ഇതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ അഥവാ ഉടമസ്ഥാനുപാതം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും 2 ഇമ്പോർട്ടന്റ് റേഷ്യോസ് ഇതാണ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും. അത് നന്നായി പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഇതാണ് ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഫുൾ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്.